കാട്ടിലെ രാജാവാരാണ്? നിങ്ങൾ പറയും ലയൺ എന്ന്, പക്ഷേ ഞാൻ പറയും ടൈഗർ എന്ന്. പറയാനുള്ള കാരണം ഇവിടെ ഒരു കോട്ടുണ്ട്. അവരുടെ ചൈനീസ് ആൻഡ് ഈസ്റ്റേൺ ഏഷ്യൻ ലെജൻസ്, അവരുടെ ലെജൻസ് പ്രകാരം ടൈഗറാണ് കാട്ടിലെ കിങ്. അതുമാത്രമല്ല, മറ്റൊരു കാര്യം ഇതിൽ പറയുന്നുണ്ട്. ടൈഗർ വളരെ ഇണക്കമുള്ളൊരു ആനിമലാണ്. ലയൺ, ഹോഴ്സ്, എലിഫൻറ്റ്, അത് കഴിഞ്ഞാൽ ടൈഗറാണ് ഏറ്റവും ഇണക്കമുള്ള, അതായത് ഹ്യൂമൻസിനോട്, ഹോമോസാപ്പിയൻസിനോട് ഏറ്റവും കൂടുതൽ ഇണക്കമുള്ള ഒരു ആനിമൽ എന്ന് പറയുന്നത് ടൈഗറാണ്. ഇതാണ് രാഹുൽ. റോയൽ ബംഗാൾ ടൈഗർ എന്ന കാറ്റഗറിയിലുള്ളതാണ് രാഹുൽ. പാന്തോറസ് ടിഗ്രസ് എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം. രാഹുലിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളാണ്, വളരെ തലയെടുപ്പുള്ള ഒരു കിങ്ലി മാനറിസം ഉള്ളൊരു സ്പീഷീസാണ് രാഹുൽ. ഇവൻ്റെ പേര് രാഹുൽ. ഇവന് ശരിക്കും 2012 ഒരു മാരകമായ ഒരു അസുഖം വന്നു. അന്ന് ഇവൻ്റെ കീപ്പർ പുരുഷോത്തമൻ എന്ന് പറഞ്ഞ ഒരു കീപ്പറായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതേപോലെ ഇവൻ ഇന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ക്ലോസായിട്ട് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഇവന് പനിയൊന്നുമില്ല. കാരണം ഇൻഫ്രാറെഡ് തെർമോമീറ്റർ ഉണ്ട്. ഇത് ദൂരെ നിന്ന് നമ്മൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ അറിയാൻ പറ്റും. അപ്പം പനിയില്ല. പക്ഷേ എന്നാലും ഇതറിഞ്ഞ ഉടനെ തന്നെ നമ്മളൊരു സ്ക്യൂസ് എന്ന് പറഞ്ഞ സംവിധാനത്തിലേക്ക് അവനെ കൊണ്ടുവരികയും അവൻ്റെ വാലിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്ത് എക്സാമിൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ശരിക്കും ട്രിപ്പനസോമിയാസിസ് എന്ന് പറയുന്ന ഒരു മാരകമായ അസുഖമായിരുന്നു. അപ്പോൾ ഈ ഒരു ബ്ലഡിൽ പോകുന്ന ഒരു മലേറിയൊക്കെ പോലെ ഒരു പരാതമാണ്. ഇത് വന്നു കഴിഞ്ഞാൽ കടുവകൾ വളരെ അസുഖം വന്നിട്ട് കൂട്ടത്തോടെ ചത്തുപോകുന്ന ഒരു മാരകമായ അസുഖം. എന്തായാലും നമ്മൾ അന്ന് അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചുകൊണ്ട് ഉടനെ തന്നെ അതിൻ്റെ മരുന്ന് വരുത്തുകയും അവന് അതിൻ്റെ മരുന്ന് കൊടുക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ബാക്കിയുള്ള കടുവകളും സിംഹവും ലെപ്പേർഡ്സും ഒക്കെ പനിക്കാൻ തുടങ്ങി. എന്തായാലും മരുന്ന് കയ്യിലുണ്ടായതുകൊണ്ട് ഇവരെല്ലാം മരുന്ന് കൊടുക്കാനും ഇവരെല്ലാം രക്ഷിക്കാൻ സാധിച്ചു. പിന്നീടുണ്ടായ രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ, അന്ന് സൂവിൽ ആദ്യമായിട്ട് ഒരു കടുവയെ ലയൺസ് ക്ലബ്ബുകാർ അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറാകുകയും ഇതേ രാഹുലിനെ തന്നെ അവർ ഒരു വർഷത്തേക്ക് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അന്നത്തെ പത്രങ്ങളിലൊക്കെ ഉള്ള ഒരു വലിയ ക്യാപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയൺസ് അഡോപ്റ്റിംഗ് ടൈഗർ എന്നുള്ളതായിരുന്നു. അതൊരു നല്ലൊരു സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചോളം. റോയൽ ആനിമൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ റോയൽ ഫെസിലിറ്റീസ് തന്നെ ഇവിടെ കാണുന്നുണ്ട്. ആനിമലിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് രാഹുലിന് വേണ്ടി മാത്രമല്ല എല്ലാ ടൈഗേഴ്സിനും ഈ ഫെസിലിറ്റി ഉണ്ട്. 1 by 1 ആയിട്ടാണ് ഇതിനെ തുറന്നു വിടുന്നത്. കാരണം ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യും എന്നുള്ളൊരു കാരണത്താൽ. കണ്ടില്ലേ, വളരെ രാജകീയമായിട്ട് ഈ പ്രദേശത്തെ ഏറ്റവും ഹൈറ്റുള്ള സ്ഥലത്ത് തന്നെയാണ് റോയൽ രാഹുൽ കിടക്കുന്നത്.